കോൺഗ്രസിനെ ഭിത്തിയിലൊട്ടിച്ചാണ് PV അൻവർ പിണറായി വിജയനോടൊപ്പം പോയത്. അങ്ങനെയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഓട്ടോ ചിഹ്നത്തിൽ മത്സരിച്ചതും വിജയിച്ചതും. അന്ന് കോൺഗ്രസിനെ എന്തൊക്കെ പറയാമോ അത് മുഴുവൻ പറഞ്ഞു തീർക്കുകയും ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുകയും ചെയ്തത് അതങ്ങനെ മറക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്നിട്ടിപ്പോൾ പിണറായി സത്തെ തകർക്കാൻ വീണ്ടും കോൺഗ്രസ് ഉൾപ്പെട്ട UDF-ലേക്ക് അൻവർ വരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ലത്. അൻവറിനെ പൊളിച്ചെടുക്കുന്ന വീഡിയോ കാണാം. അല്ല, അൻവർ പറയുന്നു അൻവറാണ് DMK-യിലേക്ക് പോകുന്നു എന്ന് നേരത്തെ പറഞ്ഞ് നമ്മൾ വാർത്ത കേട്ടത്. അതുപോലെ തന്നെ അൻവർ അത് കഴിഞ്ഞ് TMC-യിലേക്ക് പോകുന്നു എന്ന് പറയുന്നൊരു വാർത്ത കേട്ടു. അല്ലാതെ DMK അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, TMC അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് UDF-ലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അൻവറിൻ്റെ ഒരു മനസ്സാണ്, അൻവർ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഈ കാര്യത്തിൽ UDF അതിൽ ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. UDF ആണല്ലോ ഇതിൽ കൃത്യമായിട്ടൊരു കാര്യങ്ങൾ പറയേണ്ടത്. അതിൽ UDF ഒരു തീരുമാനം ഒരിക്കലും എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ നിലമ്പൂരിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആദിവാസി പ്രശ്നവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ നിലമ്പൂരിലെ കർഷക പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ കഴിഞ്ഞ 9 വർഷമായി ഞങ്ങളൊരു വലിയ പോരാട്ടത്തിൻ്റെ പാതയിൽ. ഞാനിപ്പോഴും ഒരു കേസിൽ 1-ാം പ്രതിയാണ്. എനിക്ക് നമ്മൾ കർഷക പ്രശ്നവുമായി ബന്ധപ്പെട്ട് DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച്, ആ മാർച്ചിനെ വഴിയിൽ വെച്ച് തടഞ്ഞ് ഞങ്ങൾ ഒരു അക്രമവും കാണിക്കാതെ ഞങ്ങളുടെ പേരിൽ ആക്രമിച്ചു എന്നും പറഞ്ഞ് സ്റ്റേഷനിൽ നമ്മൾ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പോലും എത്തിയിട്ടില്ല. അതിൻ്റെ എത്രയോ മീറ്ററുകൾ മുന്നേ ഞങ്ങൾ തടഞ്ഞ് ഞാൻ 1-ാം പ്രതിയായിട്ട് കേസെടുത്ത് ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഇട്ടിട്ടാണ് കേസെടുത്തത്. ആ കേസ് നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല നമുക്കറിയാം ഇവിടെ ഈ നമ്മുടെ ജനവാസ കേന്ദ്രത്തിന് അടുത്താണ് വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചത്. ഈ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കുന്നതിന് അതിന് ഏറ്റവും കൂടുതൽ എതിർത്തത് എൻ്റെ പിതാവായിരുന്ന ആര്യാടൻ മുഹമ്മദായിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായി ആ കാലത്ത് പറഞ്ഞു, എൻ്റെ ശവത്തിൽ ചവിട്ടിയല്ലാതെ നിങ്ങൾക്ക് ഈ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി പ്രഖ്യാപിച്ചത്. പക്ഷേ പിന്നെ നമ്മൾ കണ്ടത് പിണറായി വിജയൻ ഗവൺമെൻറ് വന്നു, ഇടതുപക്ഷ ഗവൺമെൻറ് വന്ന് കുറച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അപ്പോഴേക്കും ആദ്യത്തെ ഗവൺമെൻറ് വന്നപ്പോൾ നമ്മളതിനെ എതിർത്തു നിന്നു. രണ്ടാമത് ഗവൺമെൻറ് വന്ന് നമ്മളതിനെ കണ്ടത് അത് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നതാണ്. വലിയ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ജനങ്ങൾക്കുള്ളത്. ഈ വനനിയമത്തെക്കാളും വനനിയമ പ്രശ്നമില്ല എന്നല്ല, അതിനപ്പുറത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട്. വലിയ പ്രക്ഷോഭങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ കർഷകർ. പക്ഷേ അന്നൊന്നും നമ്മൾ അൻവറിൻ്റെ ഒരു പ്രതികരണമോ അൻവറിൻ്റെ ഒരു പ്രവർത്തനമോ ഒന്നും ഇതിനു വേണ്ടി നമ്മൾ കണ്ടിട്ടില്ല. പിന്നത്തെ ഒരു കാര്യം, 2019 നമുക്കറിയാം ഇവിടെ വലിയ പ്രളയം ഉണ്ടായത്. പോത്തുകല്ല് പഞ്ചായത്തിൽ 61 ജീവനുകൾ നഷ്ടപ്പെട്ട പ്രളയം ഉണ്ടായത് നിങ്ങൾക്കറിയാം. ആ 2019 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് കിടപ്പാടം നഷ്ടപ്പെട്ട 300 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇന്നും പോത്തുകല്ല് പഞ്ചായത്ത്, കരുളായി പഞ്ചായത്ത്, വഴിക്കടവ് പഞ്ചായത്ത്, ഈ പഞ്ചായത്തുകളിൽ കാട്ടിൽ കഴിയുകയാണ്. ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയുക. നിങ്ങൾക്കൊന്ന് പോയി നോക്കിയാൽ അറിയാൻ പറ്റും. ഈ 6 കൊല്ലമായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയുന്ന ഈ ആളുകളെ പുനരധിവസിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നിരന്തരമായ സമരവും പ്രക്ഷോഭം നടത്തിയിട്ടും അവിടെ ഒന്നും നമ്മൾ അൻവറിനെ കണ്ടിട്ടില്ല. ആ കാര്യത്തിലൊരു പരിഹാരമുണ്ടാക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല എന്നതായ യാഥാർത്ഥ്യം. പരിഹാരമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഗവൺമെൻറ് ഇപ്പോഴും അതിൽ അവസാന ഘട്ടത്തിൽ ഈ പൂത്തുകല്ല് പഞ്ചായത്തിലെ കോളനിയിൽ ഇപ്പോൾ ആദിവാസി ഗോത്ര സങ്കേതത്തിൽ നിന്ന് അവിടെയുള്ള സുധ എന്ന് പറയുന്ന പെൺകുട്ടിയും ഞാനും കൂടെ ഹൈക്കോടതിയിൽ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കൊരു ശൗചാലയം നിർമ്മിച്ച് കിട്ടിയത്. പ്രക്ഷോഭ സമരങ്ങൾ, ജനകീയ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, പത്രവാർത്തകൾ ഒക്കെ ഉണ്ടായിട്ടും മിണ്ടിയില്ല, അനങ്ങിയില്ല, പ്രതികരിച്ചതുപോലുമില്ല. ഗവൺമെൻറ് പ്രതികരിച്ചില്ല, നിലമ്പൂരിലെ MLA-യും ആ കാര്യത്തിൽ പ്രതികരിച്ചില്ല. ഒരനുകൂലമായ ഉണ്ട്. അവസാനം ഞാൻ ഹൈക്കോടതിയിൽ പോയി, ഞാനും വാണിയമ്പുഴ ഗോത്ര സങ്കേതത്തിലെ സുധയും കൂടി ഹൈക്കോടതിയിൽ പോയിട്ടാണ് അവർക്ക് പെൺകുട്ടികൾക്ക് ഒരു ശൗചാലയം നിർമ്മിച്ചു കൊടുക്കാൻ അതിലൊരു സൗകര്യം പോലും ഇല്ലാതെ എത്ര പഠിക്കുന്ന മക്കൾ അവിടെ ഉണ്ടെന്നാണ്. ഇപ്പോഴും
നിങ്ങളിത് വന്നു നോക്കിയാൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കഴിയുക. അതുവരെ നല്ല വീട്ടിൽ താമസിച്ച്, നല്ല വീടെന്ന് വെച്ചാൽ ഈ പുഴയുടെ അടുത്ത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ താമസിച്ച് വന്നിരുന്ന ആളുകളാണ്. പക്ഷേ 2019 പ്രളയത്തിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ടവരായി ഇവരിപ്പോഴും നിലനിൽക്കും. അവിടെയും നമ്മൾ ഈ പറയുന്ന PV അൻവറിനെ നമ്മൾ കണ്ടിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.